ഹലോ. നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു പ്രാവശ്യമെങ്കിലും എടുത്ത പൊങ്ങാത്ത ഭാരം തൂക്കി, അതായത് വലിയ ഒരു 3 പേര് ചുമക്കേണ്ട ഒരു ഭാരം ഒറ്റ ബാഗിലാക്കി നമ്മുടെയൊക്കെ വീടിൻ്റെ വാതിൽക്കൽ വന്ന്, ചേച്ചി ഒന്ന് എടുക്കാമോ, ഇതെടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു പോയിൻ്റ് കിട്ടും, ഞങ്ങളുടെ എഡ്യൂക്കേഷന് വേണ്ടിയാണ്, ഞങ്ങൾക്ക് നല്ലൊരു കമ്പനിയിൽ നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയാണ്, അതിൻ്റെ ഭാഗമാണ്, ഞങ്ങളുടെ എഡ്യൂക്കേഷൻ്റെ ഭാഗമാണ് ചേച്ചി, ഇതൊരെണ്ണം എടുക്കുമോ എന്നൊക്കെ ചോദിച്ച് ഈ 16, 17, 18 വയസ്സുള്ള പെൺകുട്ടി കൂടി വന്ന് ഒരു 22, അതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ ബാഗും തൂക്കി ഡോർ ഡെലിവറിക്കായി വരുന്ന പെൺകുട്ടികൾ വന്നിട്ടില്ലേ? നമ്മുടെയൊക്കെ വീടുകളിൽ വന്നിട്ടില്ലേ? ഉണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ സ്ഥിരമായി 3 പെൺകുട്ടികൾ എത്താറുണ്ടായിരുന്നു. അവരുടെ കൂടെ ഒരു ആൺകുട്ടിയും ഉണ്ട്. പക്ഷേ ആൺകുട്ടി കയറില്ല കേട്ടോ. അതായത് വീടിൻ്റെ അടുത്ത് തന്നെ ഫ്രണ്ടിൽ തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ആ ബസ് സ്റ്റോപ്പിൽ ഇവർ രാവിലെ 9 മണിക്ക് വന്നിറങ്ങും, ബസ് ഇറങ്ങും. എന്നിട്ട് ഈ കുട്ടികൾ 2 പെൺകുട്ടികൾ കിഴക്കോട്ട് പോകും, ഈ ഒരു ആൺകുട്ടി ഈ ഒരു പെൺകുട്ടിയും കൂടി വടക്കോട്ടും പോകും. കാരണം ഈ 2 റോഡേ ഞങ്ങളുടെ അവിടെ ആൾതാമസമുള്ള റോഡുകളുള്ളൂ. അപ്പോൾ ഈ ആൺകുട്ടിയുടെ കൂടെ പോകുന്ന പെൺകുട്ടിയാണ് ഈ ഭാരം ചുമക്കുന്നത്. ഈ ആൺകുട്ടിയുടെ കയ്യിൽ ചെറിയൊരു ഡയറി ഉണ്ടാവും, ഒരു പെന്നുണ്ടാവും. അവൻ ആട് മേയിച്ചുകൊണ്ട് പോകുന്നതാണെങ്കിൽ ഈ പെൺകുട്ടീനെയും കൊണ്ട് പോകും. ഇതിന് ശേഷം ഒരു വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ച് നമ്മുടെ ഈ ബസ് സ്റ്റോപ്പിൽ തന്നെ വരും. വന്നു കഴിയുമ്പോൾ ഈ കുട്ടികളെല്ലാവരും കൂടി അവിടെ ഇരുന്ന് കലവില സംസാരമാണ്. അപ്പോൾ അവർ വെള്ളം കുടിക്കുന്നതാണ്, പിന്നെ ബാഗൊക്കെ ഒതുക്കി വയ്ക്കും, മുടിയൊക്കെ കെട്ടും, മുഖമൊക്കെ കഴുകും. പിന്നെ ഒരു 8 മണി കൂടി അവർ ബസ്സിൽ പോവുകയുള്ളൂ. അപ്പം അങ്ങനെയാണ് ആഴ്ച അത് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആഴ്ച ഒരു 4 ദിവസം ഞങ്ങളുടെ വീടിൻ്റെ അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ ഇവർ എത്താറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു സന്ധ്യയ്ക്ക് അതിലൊരു പെൺകുട്ടി ഒരു കുപ്പിയുമായിട്ട് ഗേറ്റിൻ്റെ അവിടെ വന്നു. ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പുറത്ത് നിൽപ്പുണ്ട്. ഞാനിവിടെ ഉള്ളപ്പോഴൊക്കെ ഇവരെ കാണുമ്പോൾ വന്ന് പുറത്തിറങ്ങി നിന്ന് അപ്സ്റ്റെയറിൽ വന്ന് നോക്കി നിൽക്കാറുണ്ട്. അപ്പോൾ ലൈറ്റും ഘട്ടം കണ്ടിട്ടാണ് ഈ കുട്ടി വന്നതെന്ന് പറഞ്ഞു. ഒരു കുപ്പി വെള്ളം തരുമോ ചേച്ചിന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നത്തെ വെള്ളം തരാം, മോള് കയറുവാന്ന് പറഞ്ഞു. വെള്ളം കൊടുത്തു. ഫ്രിഡ്ജിൽ നിന്ന് നല്ലൊരു തണുത്ത കുപ്പി വെള്ളം ഇട്ട് കൊടുത്തു. അവൾ കൊണ്ടുവന്ന കുപ്പിയിലും വെള്ളം നിറച്ച് കൊടുത്തു. അപ്പോൾ അടുത്ത പെൺകുട്ടി എത്തി, ഒന്ന് ബാത്റൂമിൽ പോയിക്കോട്ടെ ചേച്ചി എന്ന് ചോദിച്ചു. അപ്പോൾ പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ആൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടിയും വന്നു. അങ്ങനെ അവർ 3 പേരും ബാത്റൂമിൽ പോയി. അപ്പോൾ എൻ്റെ ടേബിളിൽ അവർ ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി മുഖമൊക്കെ കഴുകി വന്നെങ്കിലും അവരുടെ ആ മുഖത്തെ ക്ഷീണം മാറിയിട്ടില്ല, അവരുടെ ആ ശരീരത്തിൻ്റെ താളർച്ച. കാരണം എനിക്കത് പെട്ടെന്ന് മനസ്സിലായി. അതിനുശേഷം ഞാൻ കുട്ടികൾക്ക് ടേബിളിൽ റംബൂട്ടാൻ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അവർക്ക് ആ റംബൂട്ടാൻ എടുത്തു കൊടുത്തു. 2 പഴം വീതം കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. അവരത് കഴിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചിനെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ, പുതിയതായിട്ട് താമസിക്കാൻ വന്നതാണ്. അപ്പം പുതിയതൊന്നും അല്ല, 2-3 വർഷമായി താമസിക്കാൻ വന്നിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും പുറത്തൊക്കെ ആയിരിക്കും മോളെ, ഇവിടെ ഉണ്ടാവാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നാളെ വന്ന ചേച്ചിയെ കാണും. ഞങ്ങൾ ആഴ്ച 4 ദിവസം, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞാണ് ഞാനിവരെ ശ്രദ്ധിക്കണം, ആഴ്ച 4 ദിവസം ഇവരിവിടെ എത്താറുണ്ട്. അപ്പോൾ ഇവർ ആഴ്ച 4 ദിവസം, നാളെ വരുമോ ചേച്ചി ഇവിടെ ഉണ്ടാവുമോ, ഞങ്ങൾ നാളെ വരുന്നുണ്ട്. ഇവിടെ അടുത്ത് ഈ ഹിന്ദിക്കാരുടെ ഒരു പണിയെടുക്കുന്ന കമ്പനിയുണ്ട്, അവർ ഫാമിലിയായിട്ട് താമസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ 2 ഫാമിലിക്ക് കുറച്ച് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞ് അത് കൊണ്ടുവരും ചേച്ചി അപ്പോൾ എടുക്കുമോ എന്തെങ്കിലും ഞങ്ങളുടെ കയ്യിൽ നിന്ന്, ഞങ്ങൾ വരും, രാവിലെ ഇവിടെ ഉണ്ടാവുമെന്ന് ചോദിച്ചു. അതിനെന്താ വന്നോളാം പറഞ്ഞു. അവരെ വിട്ടു കഴിഞ്ഞിട്ട് അവർ കൃത്യം 9:10 ആയപ്പോൾ എൻ്റെ വീണ്ടും വാതിക്കൽ വന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പോരെ, ഇവിടെ വന്നാൽ പോരെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇല്ല ആദ്യം ചേച്ചിക്ക് തന്നെ തരാമെന്ന് പറഞ്ഞു. ഒരു സൂപ്പർ മാർക്കറ്റ് അങ്ങനെ തന്നെ ഇവരുടെ ബാഗിനകത്തുണ്ട് എന്ന് വേണം പറയാൻ. പാത്രങ്ങൾ, കറിപ്പൊടികൾ, ഫിനോയിലുകൾ, സോപ്പ് പൊടി, സോപ്പ്, അങ്ങനെ നമ്മുടെ വീടുകളിലേക്ക് വേണ്ട പച്ചക്കറി, മീൻ, ഇറച്ചി ഒഴിച്ച് ബാക്കിയെല്ലാം ഈ പെൺകുട്ടികളുടെ ബാഗിലുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ ഒരാളെ വിഷമിപ്പിക്കാൻ, ഒരാളുടെ അടുത്ത് മറ്റു 2 പേർക്ക് വിഷമമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവരുടെ 3 പേരുടെ കയ്യിൽ നിന്നും ബാഗിൽ നിന്നും 500 രൂപയ്ക്ക് വീതം സാധനങ്ങൾ വാങ്ങി. രാവിലെ തന്നെ 1500 രൂപ കുട്ടികളുടെ കയ്യിൽ എത്തിയപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ അതൊരു തുടർക്കഥയായി. അതായത് ഞാനിവിടെ ഉള്ളപ്പോഴൊക്കെ അവർ വൈകുന്നേരം ഇവിടെ വരുമ്പം വെള്ളം കുടിക്കും.
അപ്പോൾ ഞാൻ കട്ടൻ ചായ ഇട്ട് കൊടുക്കും. അങ്ങനെ നല്ലൊരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞു. അട്ടപ്പാടിയിലാണ് ഇവരുടെ കമ്പനി, എറണാകുളത്തായിരുന്നു. ആ കമ്പനിയിൽ ജോയിൻ ചെയ്ത് +2 കഴിഞ്ഞു. അട്ടപ്പാടിയിലാണ്. അതിലൊരു കുട്ടി, ഞാൻ പേര് ഈ കുട്ടികളുടെ പറയുന്നില്ല, അതിലൊരു പെൺകുട്ടി, അവൾക്ക് 20 വയസ്സുണ്ട്. അവൾ നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട കുട്ടിയാണ്. അവൾ കമ്പനിയിൽ ജോയിൻ ചെയ്തു. പത്രത്തിൽ പരസ്യം കണ്ടിട്ടാണ് ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തത്. ഇവിടെ വന്നിട്ട് 6 മാസമായി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ചെയിൻ സിസ്റ്റം എന്ന് പറഞ്ഞാണിപ്പോൾ ഇവിടെ ജോയിൻ ചെയ്ത് 1 മാസം നല്ല വർക്ക് എടുക്കുകയും നല്ല കമ്മീഷൻ കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ മാനേജർ പറഞ്ഞു, ചെയിൻ സിസ്റ്റമാണ്, നിങ്ങൾ ഒരാളെ കൂടെ ചേർക്കണം. അങ്ങനെ ആ ഒരാൾ മറ്റൊരാളെ ചേർക്കുമ്പോൾ ഇവർക്ക് ആദ്യം കൊണ്ടുവന്ന ആൾക്ക് ഈ വന്നിരിക്കുന്ന ആൾക്കാരിൽ നിന്നെല്ലാം കമ്മീഷനും കിട്ടും. അപ്പോൾ എന്നിട്ട് കൂടെ ഇവരെ മാർക്കറ്റിങ്ങിനായിട്ട് കൂടെ കൊണ്ടുപോവുകയും വേണം. അതെല്ലാം പഠിപ്പിച്ച് കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം വന്ന ആൾ ഇതെല്ലാം അടുത്തിട്ടോ അല്ലെങ്കിൽ മതിയാക്കി ഇട്ടിട്ട് പോകുമ്പോൾ ആ കമ്പനിക്ക് അപ്പോഴും പുതിയ ആൾക്കാർ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതാണ് ഇങ്ങനെയുള്ള കമ്പനികളുടെ ഉദ്ദേശം. അപ്പോൾ ഈ പെൺകുട്ടി അങ്ങനെ കൊണ്ടുവന്നതാണ് കൂടെയുള്ള ഈ 2 കുട്ടികൾ. ഇവരുടെ വീട് അട്ടപ്പാടിക്ക് അടുത്ത് ആണ്. മറ്റു 2 ഒരാളുടെ വീട് അട്ടപ്പാടിയിൽ തന്നെ, മറ്റുള്ളവരുടെ മണ്ണാർക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത്. അത് കഴിഞ്ഞിട്ട് അട്ടപ്പാടിക്ക് പോകുന്ന ഒരു വഴിയുമാണ് മറ്റേ കുട്ടിയുടെ വീട്. അപ്പോൾ അവർ 3 പേരും ഒന്നിച്ച് പഠിച്ച് പരിചയമുള്ള കുട്ടികളാണ്. എല്ലാവരും +2 പഠിച്ചിട്ടുള്ള കുട്ടികളാണ്. അങ്ങനെ ഇവർ കൂട്ടായിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാം ശേഷം ഞാൻ കുറച്ച് നാൾ ഇങ്ങനെ പോയി. ഇവർ പിന്നെ കാണാണ്ടായി. അതല്ല, ഞാനിവിടെ ഇല്ലാണ്ടായി. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാനും എൻ്റെ ഫ്രണ്ട് ഡോക്ടർ മീരയും കൂടി ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ടൗണിൽ, അതായത് ഒരു കിഴക്കൻ മലയോരമാണ്, അവിടെ വെച്ചിട്ട് ആൾക്കൂട്ടം കണ്ടിട്ടാണ് ഞാൻ വണ്ടി നിർത്തുന്നത്. ചെന്ന് ഞങ്ങൾ നോക്കുമ്പോഴത്തേക്കും താഴെ വീണ് കിടക്കുന്ന ഒരു കുട്ടി. അപ്പോൾ കുറേ ആൾക്കാർ ചുറ്റിനും കൂടി നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ ചെന്ന് നോക്കുമ്പോൾ അയ്യോ, ഇത് നമ്മുടെ കുട്ടിയാണല്ലോ, നമ്മുടെ വീട്ടിൽ ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുവരുന്ന കുട്ടിയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്, പിടിച്ചെഴുന്നേൽപ്പിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ മോളെ, എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് അവിടെയുള്ളവരെല്ലാവരും കൂടി പറഞ്ഞത്, ഈ കുട്ടി ഇവിടെ ബൈക്കിൽ വന്നാണ് ഇറങ്ങിയത്. ഈ വലിയ ബാഗും തൂക്കി ബൈക്കിൽ വന്നായിരുന്നു. ആ ബൈക്കിൽ ഇറക്കി വിട്ട ആൾ ആ കുട്ടിയുടെ മാല പൊട്ടിച്ചുകൊണ്ട് ബൈക്ക് വിട്ടുപോയി. അപ്പോൾ ഞാൻ അയ്യോ, അതെന്ത് പറ്റി, എന്താ ഇങ്ങനെ സംഭവിച്ചു, നീ എന്തിനും ബൈക്കിൽ കയറി, അത് ആരായിരുന്നു, കൂടെയുള്ള ആരായിരുന്നു എന്നൊക്കെ ചോദിച്ചു. ഇവൾ വെള്ളം കുടിച്ചൊരു സാവകാശമായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് ആൾക്കാരൊക്കെ പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ പോലീസിനെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, വേണ്ട, എൻ്റെ കയ്യിലെ കുറ്റം കൊണ്ട് തന്നെയാണ് ചേട്ടന്മാർ അങ്ങനെ സംഭവിച്ചത്. എന്നിട്ട് അവൾ എന്നെ കെട്ടിപ്പിടിച്ച് ചേച്ചി എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യം. അപ്പോൾ അവൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, അവളുടെ കൂടെ ഉണ്ടായിരുന്ന കൊണ്ടുവന്ന് ഞാൻ ആദ്യം പറഞ്ഞ പെൺകുട്ടി, അവൾ ജോലി മതിയാക്കി അവൾ പോയതല്ല, കൂടെ ഉണ്ടായിരുന്ന ആൺകുട്ടി അവളെ മറ്റൊരു കമ്പനിയിലേക്ക് അവളും കൂടി ജോയിൻ ചെയ്യാൻ പോയി. അപ്പോൾ ഇവർ 2 പെൺകുട്ടികൾ മാത്രമായി. അപ്പോൾ കമ്പനി എന്ന് പറഞ്ഞു, ഇനി 2 പേരും ഒന്നിച്ച് നടക്കണ്ട, 2 പേരും ഇത്ര എക്സ്പീരിയൻസ് ആയല്ലോ, 2 പേരും 2 വഴികളിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ കുട്ടി ഒറ്റയ്ക്ക് പാണിയേലിപ്പോരെന്ന് പറയുന്നത് നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്, അവിടത്തേക്കാണ് ആ കുട്ടി ഈ സംഭവം നടന്ന കുട്ടി പോയത്. അപ്പോൾ അവിടെ ചെന്നു അവൾ ഒരുപാട്, അവിടെ എന്നൊക്കെ പറഞ്ഞാൽ പോയിട്ടുള്ളവർക്കും അവിടെയുള്ളവർക്കും അല്ല, അടുത്തടുത്തൊന്നും വീടില്ല. ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ ഒരു 1.5 കിലോമീറ്റർ കഴിഞ്ഞിട്ടാവാം വീട്. ഇതൊന്നും അറിയാതെ ഈ കുട്ടി ബസ് കയറി അവിടെ ചെന്നു. തിരിച്ചുള്ള ബസ് എപ്പോഴാണെന്ന് ചോദിക്കാൻ അവൾ വിട്ടുപോയി. അവൾ അവിടെ ചെന്ന് സന്ധ്യ ആവാറായിരുന്നു. ഇവർക്ക് തിരിച്ചു വരാൻ ബസ്സില്ല. ലാസ്റ്റ് ബസ്സും പോയി. അപ്പോഴാണ് അവിടെ നിന്ന് ഒരു ആൾ, അവിടെ പണിയേലിപ്പോരിൽ വന്ന ആളാണോ ആ പ്രദേശത്തുള്ള ആളാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഇവൾ വിഷമിച്ച് നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഇയാൾ വന്ന് ചോദിച്ചു, എവിടെ പോകാനാന്ന് ചോദിച്ചപ്പോൾ ഇവൾ പറഞ്ഞു, ഇങ്ങനെ ഈ അടുത്ത ടൗണിലേക്ക്, ഇവൾക്ക് ബസ് കയറേണ്ട ടൗണിലേക്ക് പോകണമെന്ന് പറഞ്ഞു. കയറിക്കോ, ഞാൻ അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞു. ആശ്വാസത്തോടെ അവൾ ആ വണ്ടിയിൽ കയറി. അപ്പോഴാണ് അയാൾ അവിടെ കൊണ്ട് നിർത്തിയിട്ട് ഈ പോകൃതരം ചെയ്തുകൊണ്ട് പോകുന്നത്. അതായത് ഈ 6 മാസമായിട്ട് ഇവൾ ഈ കമ്പനി ജോലി ചെയ്യുന്ന കുടുംബം നടത്തുകയും, കാരണം അവിടെ വീട്ടിൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ വീട്ടിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസം കൊണ്ട് തന്നെ വരുന്നതാണ് പെൺകുട്ടികൾ. അവളുടെ വീട്ടിൽ 2 അനിയത്തിമാരുണ്ട്, പഠിക്കുന്ന ഒരു കുഞ്ഞനിയനുണ്ട്, അച്ഛനും അമ്മയുണ്ട്. അച്ഛന് സുഖമില്ല, അമ്മയുണ്ട്. അമ്മ വീടുകളിലൊക്കെ പണിക്ക് പോയിട്ടാണ് കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിച്ചത്. അപ്പോൾ ഇവൾ +2 കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ തുടർന്ന് പഠിക്കാനുള്ള സാഹചര്യമില്ല. അപ്പോൾ ഇവൾക്ക് പഠിക്കണം, ഇവൾക്ക് പഠിക്കുകയും വേണം, കുടുംബം നടത്തണമെന്നുള്ള ആ ഒരു ഇതുകൊണ്ടാണ് ഇവൾ ഈ എറണാകുളത്തേക്ക് ഈ ജോലിക്ക് വന്നത്. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ, ഇവൾ പറഞ്ഞു, ഈ 6 മാസം കൊണ്ട് എൻ്റെ കുടുംബം നടത്തിൻ്റെ ബാക്കി ഞാൻ സ്വരൂപിച്ച് ഒരു നേരം ഭക്ഷണം കഴിച്ച് ഞാൻ ആഗ്രഹിച്ചാണ് ഒരു മാലയും കമ്മലും. അതിലെനിക്കൊരു കമ്മൽ മേടിക്കാൻ പറ്റി. പിന്നെ ഞാൻ അടുത്ത ഇതിൽ സ്വരൂപിച്ച് വെച്ച പൈസയാണ് 3 ഗ്രാമുള്ള
ചേച്ചി ആ മാല ഞാൻ വാങ്ങിയത് ഇന്നലെയാണ്, സ്വർണ്ണമാല വാങ്ങിയത് ഇന്നലെയാണ്, അതാണ് അയാൾ പൊട്ടിച്ചുകൊണ്ട് പോയത്. ദുഷ്ട, നീ എവിടെ പോയി ആ 3 ഗ്രാമും കൊണ്ട് നീ 300 പവൻ്റെ യാതന നീ അനുഭവിക്കും. കാരണം ആരോരുമില്ലാത്ത ആ പെൺകുട്ടി, ഈ ആരോരുമില്ലാത്ത മീൻസ് ഈ നാട്ടിൽ ആരുമില്ലാത്ത ഈ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇത്രയും ചെറ്റത്തരം കാണിച്ചാൽ നീ അത് കൊണ്ടുപോയിട്ട് നിനക്ക് 2 ദിവസം 1 ദിവസം നിനക്കുള്ളൊരു തെണ്ടിക്ക് 1 ദിവസത്തേക്കും ഉണ്ടാവുകയുള്ളൂമായിരിക്കും. എന്നാലും നീ ഇത് ഒരു ദിവസം നീ ചെയ്ത തെറ്റ്, ഒരു ദിവസത്തേക്ക് ചെയ്ത തെറ്റ്, നീ ഇനിയുള്ള എൻ്റെ ആയുസ് മുഴുവനും നീ അത് അനുഭവിക്കും. അത്രയ്ക്കും കഷ്ടപ്പെടുന്ന പെൺകുട്ടികളാണ് അതുങ്ങൾ. അപ്പോൾ അവളങ്ങനെ പോയി. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവളെ ഞങ്ങൾ ഓട്ടോ വിളിച്ച് അവിടെ താമസ സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു. അപ്പോൾ ഓട്ടോ വേണ്ട, ബസ്സിന് പോയിക്കോളാമെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ അവളെ ഓട്ടോയിൽ തന്നെ 200 രൂപയുടെ, ഓട്ടോക്കാരൻ പറഞ്ഞത് 200 രൂപയുടെ ഓട്ടോ ഉണ്ട് ചേച്ചി ആ സ്ഥലത്തേക്ക് പോകാനെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഈ 200 രൂപയുടെ ഓട്ടോയ്ക്കുണ്ടെങ്കിൽ 23 രൂപയുടെ ബസ് ഫെയർ ഉണ്ടാവും. അവിടത്തേക്കാണ് അവൾ ആ നടന്നു വരുന്നത്. അതിനുശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാനും ഡോക്ടർ മീരയും കൂടി ഇതേപോലെ എറണാകുളം നമ്മൾ എല്ലാവർക്കും അറിയുന്ന ഒബ്റോൺ മാളിൻ്റെ ഓപ്പോസിറ്റ് ഒരു സ്പെക്സ് ഷോപ്പുണ്ട്. ഞങ്ങൾ അവിടെ പോയി എൻ്റെ സ്പെക്സ് മാറ്റാൻ വേണ്ടി ചെന്ന് അവിടെ നിന്ന് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെയാണ് ഒരു ബാറ്. അവിടെ ലേഡീസൊക്കെ വരുന്നതാണ്, ഹോട്ടലും ഉണ്ട്, ബാറാണ്. ആ ബാറിൽ നിന്ന് നടന്ന് ഒരു പെൺകുട്ടി, അവൾ വളരെ മോഡേണായിക്കോട്ടെ, നല്ല കാര്യം, മോഡേൺ ഡ്രസ്സൊക്കെ ധരിച്ചു. പക്ഷേ ഏത് ഇരുട്ടത്തും സന്ധ്യയായി, ഏത് ഇരുട്ടത്തും എനിക്ക് അവളെ കണ്ടാൽ മനസ്സിലാവും. കാരണം എൻ്റെ വീട്ടിൽ ഞാൻ എന്തോരം ഭക്ഷണം വിളമ്പി കൊടുത്തു. എൻ്റെ വീട്ടിൽ നിന്ന് അത്രയും അധികാരത്തോടെ എൻ്റെ ഡ്രസ്സുകൾ എടുത്തുകൊണ്ട് പോയി. കാരണം അത്രയും സ്നേഹബന്ധത്തിലിരുന്ന കുട്ടീനെ ആ ഒരു സാഹചര്യത്തിൽ കണ്ടപ്പോൾ അവൾ അവിടെ ഒപ്പം ഉണ്ടായിരുന്ന അന്ന് ആ പെൺകുട്ടി ഇവരുടെ കൂടെയുള്ള ഒരു കുട്ടിയാണ്. ഇവരെ എല്ലാവരും ഈ 2 പെൺകുട്ടികളെ കൊണ്ടുവന്ന ആ അട്ടപ്പാടിക്കാരത്തിയാണ്. അവൾ ആ പയ്യനും കൊണ്ട് കൂടെ 3-4 ആണുങ്ങളും ഉണ്ട്. എല്ലാവരും, ഞാൻ അവരെക്കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം ഈ പെൺകുട്ടി എന്നെ കണ്ടപടി തന്നെ അവരുടെ പുറയിലേക്ക് പതുങ്ങി. പക്ഷെ എത്ര നേരം അവൾക്ക് പതുങ്ങി നിൽക്കാൻ പറ്റും? അവൾ തല കുനിച്ച് എന്നെ നോക്കിയിട്ട് നടന്നു പോയി. ഞാൻ ഇത് എന്താ കഥയെന്ന് അറിയാതെ ഞാൻ വെമ്പി ആദ്യം. പിന്നെ എനിക്ക് മനസ്സിലായി നല്ല ജോലിയൊക്കെ എറണാകുളത്തൊക്കെ കമ്പനികളിൽ ഇങ്ങനെയാണ്, അവിടെയൊക്കെ പലതും നടക്കും, നമ്മൾ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്ക് ഒരുപാട് വിഷമം തോന്നി. ഇങ്ങനെ വന്നിട്ട് ഇതുകൊണ്ടൊന്നും നേടാൻ പറ്റില്ല എന്ന് അറിയുമ്പോൾ ഈ പാവം പിടിച്ച പെൺകുട്ടികളെ ചാക്കിട്ട് പിടിച്ച് മറ്റു പലതിലേക്കും കൊണ്ടുപോകുന്ന അവൻ്റെയൊക്കെ വീടുകളിലും പെൺകുട്ടികളില്ലേ? എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ എറണാകുളം പോലെ ഒരു വലിയൊരു പട്ടണത്തിലേക്ക് കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്ന് പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികൾ, അല്ലെങ്കിൽ പിന്നെ ഒത്തിരി പഠിപ്പുള്ളവർ നല്ല കമ്പനിയിൽ നല്ല ജോലിക്ക് വരുന്നവരുണ്ട്. ഞാൻ അവരുടെ കാര്യമല്ല പറയുന്നത്. പാവപ്പെട്ട വീട്ടിൽ പാവപ്പെട്ട പെൺകുട്ടികൾ വരുമ്പോൾ ചതിക്കുഴികൾ ഒരുപാടുണ്ട്. വീട്ടുകാർ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അത് എന്താണെന്ന് വെച്ചാൽ എല്ലാം അറിഞ്ഞിട്ട് ശേഷം ഈ കുട്ടികളെ ഇങ്ങനെയുള്ള കമ്പനികളിലേക്ക് ജോലിക്ക് വിടുക. മറ്റേ മാല പൊട്ടിച്ചുകൊണ്ട് പോയ കുട്ടിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പറയാൻ വിട്ടുപോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം 3ാമത്തെ പെൺകുട്ടി ഇവിടെ എൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് പറയുന്നത്, അടിയുടെ ആഘാതത്തിൽ അവൾ വീണ് തല ഭിത്തിയെ ചെന്ന് ഇടിച്ചു. നേരം വെളുത്തപ്പോഴത്തേക്ക് അവിടെ മുഖമൊക്കെ നീര് വെച്ചതിന് ശേഷം ഹോസ്പിറ്റലിലാക്കി. അപ്പോഴാണ് പറയുന്നത് തലയ്ക്കുള്ളിൽ ബ്ലഡ് ക്ലോട്ടായി പോയിട്ടുണ്ടായിരുന്നു, സ്കാൻ ചെയ്തെന്ന് പറഞ്ഞു. അപ്പം വലിയ ഹോസ്പിറ്റലിൽ ചികിത്സിക്കാനുള്ള കാശൊന്നും അവൾക്കും അവിടെ വീട്ടുകാർക്കും ഇല്ല. കമ്പനിയാണെങ്കിൽ അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല. അങ്ങനെ നാട്ടിൽ നിന്ന് അട്ടപ്പാടിയിൽ നിന്ന് അവിടെ അച്ഛനും അമ്മയും വന്ന് ആ പെൺകുട്ടീനെ ഹോസ്പിറ്റലിലേക്ക് അവരുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ആക്സിഡൻറ്റുകളും ചതിക്കുഴികളും ഉള്ള സ്ഥലമാണ്. ഈ 10, 20, 17, 18 വയസ്സുള്ള പെൺകുട്ടികൾ ഈ അവർക്കെടുത്ത പൊങ്ങാത്ത ഭാരവും ചുമന്ന് ഓരോ വീടിൻ്റെ വാതിക്കലും ചെല്ലുമ്പോൾ ആ വീടുകളിലെ അമ്മമാർ ഈ വേണ്ടെങ്കിലും മറ്റൊരാവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ച കാശ് എടുത്തിട്ടാണെങ്കിലും ഈ കുട്ടികളോട് സാധനങ്ങൾ വാങ്ങിക്കുന്നത് സ്നേഹം കൊണ്ട് തന്നെയാണ്. ഈ കുഞ്ഞുങ്ങളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് തന്നെയാണ്, ആവശ്യമുണ്ടായിട്ടല്ല. എനിക്ക് ഇത്രയും പറയാനുള്ളൂ. സൂക്ഷിക്കുക.